നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. HAL റിക്രൂട്ട്മെന്റ് 2026 120 എഞ്ചിനീയറിംഗ് ഒഴിവുകൾ. പരിശീലന സമയത്ത് 50,000 രൂപ ശമ്പളം. ഓഗസ്റ്റ് 14 വരെ അപേക്ഷിക്കാം. നമസ്കാരം. സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ മികച്ച തൊഴിൽ അവസരം. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ഡിസൈൻ ട്രെയിനി, മാനേജ്മെന്റ് ട്രെയിനി തസ്തികകളിലായി 120 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 14 ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. ഒഴിവുകളുടെ വിശദാംശങ്ങൾ: ആകെ 120 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ ട്രെയിനി 60 ഒഴിവുകൾ, മാനേജ്മെന്റ് ട്രെയിനി 60 ഒഴിവുകൾ. ഡിസൈൻ ട്രെയിനി വിഭാഗങ്ങൾ: എയറോനോട്ടിക്കൽ, ഇലക്ട്രിക്കൽ 7, എയറോനോട്ടിക്കൽ 4, ഇലക്ട്രോണിക്സ് 20, ഇൻസ്ട്രുമെന്റേഷൻ 3, മെക്കാനിക്കൽ 22, കമ്പ്യൂട്ടർ സയൻസ് 3, മെറ്റലർജി 1. മാനേജ്മെന്റ് ട്രെയിനി വിഭാഗങ്ങൾ: ഇലക്ട്രിക്കൽ 11, ഇലക്ട്രോണിക്സ് 12, മെക്കാനിക്കൽ 27, കമ്പ്യൂട്ടർ സയൻസ് 1, മെറ്റലർജി 2, പ്രൊഡക്ഷൻ 5, സിവിൽ 2. ജോലി ലഭിക്കുന്ന സ്ഥലങ്ങൾ: തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് HALന്റെ വിവിധ യൂണിറ്റുകളായ ബംഗളൂരു, തുമകുരു, ഹൈദരാബാദ്, നാസിക്, കോരാപുട്ട്, ബരാക്പൂർ, ലക്നൗ, കാൺപൂർ, കോർവെ എന്നിവിടങ്ങളിൽ നിയമനം ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബന്ധപ്പെട്ട വിഷയത്തിൽ ഫുൾ ടൈം BA അല്ലെങ്കിൽ BTech ബിരുദം നേടിയിരിക്കണം. ജനറൽ, OBC, NCL, EWS വിഭാഗങ്ങൾക്ക് കുറഞ്ഞത് 70% മാർക്ക് വേണം. SC, ST, PWBD വിഭാഗങ്ങൾക്ക് 60% മാർക്ക് മതിയാകും. അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ അഭിമുഖത്തിന് മുമ്പായി ബിരുദം വിജയിച്ചതിന്റെ തെളിവ് ഹാജരാക്കേണ്ടി വരും. പ്രായപരിധി: 2026 ഓഗസ്റ്റ് 14 കണക്കുപ്രകാരം പരമാവധി പ്രായം 28 വയസ്സ്. സംവരണ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടപ്രകാരമുള്ള പ്രായ ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ്: ജനറൽ, OBC, NCL, EWS 500 രൂപ. SC, ST, PWBD വിഭാഗങ്ങൾക്കും HALലെ നിലവിലെ ജീവനക്കാർക്കും അപേക്ഷാ ഫീസ് ഇല്ല. തെരഞ്ഞെടുപ്പ് രീതി: റിക്രൂട്ട്മെന്റ് 2 ഘട്ടങ്ങളിലായാണ് നടക്കുക. ഓൺലൈൻ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ. ബാംഗ്ലൂരുവിൽ അഭിമുഖം. ഓൺലൈൻ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ 1:5 അനുപാതത്തിൽ ഉദ്യോഗാർത്ഥികളെ അഭിമുഖത്തിനായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അന്തിമ മെറിറ്റ് തയ്യാറാക്കുമ്പോൾ ഓൺലൈൻ പരീക്ഷ 85% വെയിറ്റേജ്, അഭിമുഖം 15% വെയിറ്റേജ്. ശമ്പളം: തിരഞ്ഞെടുക്കപ്പെടുന്നവർ 52 ആഴ്ച ദൈർഘ്യമുള്ള പരിശീലന പരിപാടിയിൽ പങ്കെടുക്കണം. പരിശീലന കാലയളവിൽ ലഭിക്കുക അടിസ്ഥാന ശമ്പളം 50,000 രൂപ. വേരിയബിൾ ഡിയർനസ് അലവൻസ്, കാന്റീൻ അലവൻസ്, കമ്പനി ചട്ടപ്രകാരമുള്ള ബാച്ചിലർ അക്കോമഡേഷൻ എന്നിവ ലഭിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഗ്രേഡ് 2 എഞ്ചിനീയർ ആയി നിയമനം ലഭിക്കും. ശമ്പള സ്കെയിൽ 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെ. ഇതിനു പുറമെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ: ഡിയർനസ് അലവൻസ്, ചികിത്സാ സൗകര്യങ്ങൾ, പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, പെർഫോമൻസ് റിലേറ്റഡ് പേ, മറ്റ് കമ്പനി ആനുകൂല്യങ്ങൾ. ശ്രദ്ധിക്കുക: പരിശീലന കാലയളവ് ഒഴികെ 5 വർഷത്തെ സർവീസ് ബോണ്ടിൽ ഒപ്പിടേണ്ടതുണ്ട്. അപേക്ഷ എങ്ങനെ? HALന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 14 ഉച്ചയ്ക്ക് 2 മണി എന്നതിനാൽ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം തന്നെ അപേക്ഷിക്കുക. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ മികച്ച കരിയർ ആരംഭിക്കുവാൻ ഇത് മികച്ച അവസരമാണ്. ഇത്തരം ഏറ്റവും പുതിയ സർക്കാർ ജോലി വാർത്തകൾ ദിവസവും ലഭിക്കാൻ സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.